ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോട്ടോഷൂട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ഒത്തിരി സ്ഥലങ്ങൾ പക്ഷിയുടെ ബാക്കി ഇതാണ്. അവൾ ചിരിച്ചാലാണ് നല്ല ഫോട്ടോസ് കിട്ടുള്ളൂ. അവളുടെ ആ ഒരു സ്മൈലോട് കൂടിയിട്ടുള്ള ഫോട്ടോസാണ് കുറച്ചുകൂടെ നന്നാവുക എന്നാണ് ആ ചേട്ടൻ പറയുന്നത്. സൂര്യൻ തൽക്കാലത്തിന് കുറച്ച് വെളിച്ചം നമുക്ക് നിർത്തി തന്നിട്ട് ആൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചം കൂടെ ആൾ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഫോട്ടോസും കൂടെ എടുക്കാനുള്ള ശ്രമത്തിലാണ്. അടിയിട്ട് ആ ബ്ലൂ പാന്റ് ഊരായിരുന്നു. അല്ല അത് രണ്ടെണ്ണം മോള് നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഭയങ്കര ടയേർഡും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ അവളെ സ്ട്രെസ് ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ 2-3 ജോഡി ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ബർത്ത്ഡേയുടെ അന്നത്തെ ഒരു ഔട്ട്ഫിറ്റും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പിന്നെ വേറെ 2 ജോഡിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബർത്ത്ഡേയുടെ അന്നത്തെ ഔട്ട്ഫിറ്റ് ആദ്യം ഇടുമായിരുന്നെങ്കിൽ അത് വെച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കിട്ടിയേനെ. പക്ഷേ ഈ ഒരു വൈറ്റാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം അതിട്ട് നോക്കിയത്. എടാ ബലൂൺ എന്തായാലും ആ യെസ് അവിടെ നിന്ന് കുഴപ്പമില്ല ബലൂൺ പോയത് അങ്ങടാ.
ഓടിയ കുട്ടി ഓടിയ കമോ ഓടിയ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് ഇങ്ങനെ പാക്കേജ് ആയിട്ട് എടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചേട്ടന്മാരൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാ സംഭവങ്ങളും നമ്മൾ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെൻറ്റിന് എടുത്തിട്ടും ഇതേ ഒരു സൈക്കിളൊക്കെ നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയതുകൊണ്ട് തന്നെ നല്ല ഫോട്ടോസ് കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത്. അവളുടെ കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ആച്ചുമോൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. ഇവനും ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ഫോട്ടോസ് എൻ്റെ ഫോണിൽ എടുക്കുമായിരുന്നു. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ആളൊട്ടും ഫോട്ടോയ്ക്ക് നിന്ന് തരില്ല. ഇപ്പോൾ ഇവരൊക്കെ കൂടെ പറഞ്ഞതുകൊണ്ട് ആൾ ജസ്റ്റ് ഇരുന്നിട്ടൊന്ന് സ്മൈൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ഫോട്ടോസിലും നിൽക്കില്ല. വെരി ഗുഡ്. അടിപൊളി. ഈ ടൈമിൽ ഞാൻ അമ്നുവിന് രണ്ടാമത്തെ ജോഡി ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേയുടെ ഒരു ഔട്ട്ഫിറ്റാണിത്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. ഈ ഒരു ഹെയർ ബാൻഡ് ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി നേരം നടക്കേണ്ടി വന്നു. അപ്പോഴത്തേനും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഒരു കുറച്ച് ലൈറ്റിങ്ങിൽ നമ്മൾ 1-2 ഫോട്ടോസ് എടുത്തു. ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, വയ്യാത്തതുകൊണ്ടായിരിക്കണം, മോൾക്ക് ഭയങ്കര മൂഡ് ഓഫായിരുന്നു, ഭയങ്കരമായിട്ട് കരയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡ്രസ്സിങ്ങിൽ ആകെ ഒരൊറ്റ നല്ല ഫോട്ടോ മാത്രമാണ് കിട്ടിയത്. ഞാൻ ആ സൈഡിൽ കൊടുക്കാം. ആ ഒരൊറ്റ ഫോട്ടോ മാത്രമാണ് ഈ ഒരു ഡ്രസ്സിന് കിട്ടിയത്. പിന്നെ ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് ഫോഴ്സ് ചെയ്യാൻ നിന്നില്ല. കാരണം എന്തായാലും ബർത്ത്ഡേ അന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതുവരെ എടുത്ത ഫോട്ടോസ് കാണിച്ചു തരാണ് ഈ ചേട്ടന്മാർ. അപ്പം ഈ ചേട്ടന്മാരെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 2 ചേച്ചിമാർ, ഒന്ന് ഈ ചേട്ടൻ്റെ വൈഫാണ്, ഒന്ന് ആ ചേച്ചിയുടെ അനിയത്തിയാണ്. അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കൊച്ചു ഐഡിയാസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അതിനനുസരിച്ച് ചെയ്തു തരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ അമ്പലത്തിൽ എന്തോ ഒരു പ്രോഗ്രാം അന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മോളൊന്ന് സെറ്റായി
10 എണ്ണം കണ്ടാണ് നല്ല ഫോട്ടോസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്തിട്ട് കുറച്ച് ഫോട്ടോസ് നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ആൾ നല്ലോണം ചിരിക്കുമായിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വീട്ടിലെന്ന് പറഞ്ഞാൽ അവരവരുടെ മൂഡ് അനുസരിച്ച് അവരുടെ ഹാപ്പിനെസ് അനുസരിച്ചാണ് ചിരിക്കുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് ചിരിപ്പിക്കുകയാണ്. അപ്പോൾ അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ മോള് നടക്കാറായിട്ടില്ല. നടക്കാറാവുകയാണെങ്കിൽ അവളെ ഇഷ്ടത്തിന് വിടുമ്പോൾ അവൾ അധികം ഇതിനൊക്കെ പോയിട്ട് അങ്ങനെ ഫോട്ടോസ് കിട്ടുമായിരുന്നു. ഇത് നടക്കാനാവാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കണം. അങ്ങനെ നോക്കണ്ട. ഈ ഒരു ബഹളം ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കിട്ടാനുള്ളതാണ് കേട്ടോ. ഒരു ഫാമിലി ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്നതാണ്. നിന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ മോള് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പോൾ അത് കാരണം ഇരുന്നിട്ടെങ്കിലും ഒരു ഫോട്ടോ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇരുന്നിട്ട് നാച്ചുറലായിട്ട് തോന്നുന്ന പോലത്തെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ക്യാമറയിലേക്ക് ഇങ്ങനെ അന്തല്ലാതെ നോക്കി നിൽക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ എന്നെ കാണാൻ എനിക്ക് തന്നെ ഒരു വൃത്തി തോന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് ഇരുന്നിട്ട് തന്നെ ഒത്തിരി സമയം പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിൽക്കാനുള്ളൊരു ക്ഷമ